സ്വാഗതം. സാധുക്കളായ വിധവകളുടെ പെൺമക്കൾക്കുള്ള വിവാഹ ധനസഹായം ലഭിക്കുന്നതിനായുള്ള അപേക്ഷ നൽകേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്കാണ്. അതായത് ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ സെക്രട്ടറിക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വിവാഹ ധനസഹായം ലഭിക്കുന്നതിനായുള്ള അർഹതാ മാനദണ്ഡങ്ങൾ: വിവാഹ ദിവസം പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കേണ്ടതാണ്. കുടുംബ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. വിവാഹിതയാകുന്ന പെൺകുട്ടി 3 വർഷം കേരളത്തിൽ സ്ഥിര താമസക്കാരിയായിരിക്കേണ്ടതാണ്. സ്വർണം ഉൾപ്പെടെയുള്ള ആകെ സമ്പത്ത് 50,000 രൂപയിൽ കവിയാൻ പാടില്ല. വിധവകളുടെ അല്ലെങ്കിൽ 3 വർഷമായി വിവാഹ മോചിതരായി കഴിയുന്ന സ്ത്രീകളുടെ പെൺമക്കൾക്ക് വിവാഹ ധനസഹായം ലഭിക്കുന്നതാണ്. ഭർത്താവ് ഉപേക്ഷിച്ചവരുടെ അല്ലെങ്കിൽ ഭർത്താവിനെ കാണാതായി 7 വർഷം കഴിഞ്ഞവരുടെ പെൺമക്കൾക്കും വിവാഹ ധനസഹായം ലഭിക്കുന്നതാണ്. അവിവാഹിതരായ സ്ത്രീകളുടെ പെൺമക്കൾക്കും വിവാഹ ധനസഹായം ലഭിക്കുന്നതാണ്. സാധുക്കളുടെ വിധവകളുടെ പെൺമക്കൾക്കുള്ള വിവാഹ ധനസഹായം ലഭിക്കുന്നതിനായി അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ: നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷയുടെ 2 പകർപ്പ്, അപേക്ഷക വിധവയാണെന്ന് തെളിയിക്കുന്ന രേഖ, വിവാഹിതയാകുന്ന പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, വിവാഹം നിശ്ചയിച്ചത് സംബന്ധിച്ച വെള്ളക്കടലാസിൽ എഴുതിയ അല്ലെങ്കിൽ അച്ചടിച്ച പ്രതിശ്രുത വരൻ്റെ സത്യവാങ്മൂലം, വിവാഹിതയാകുന്ന പെൺകുട്ടി കേരളത്തിൽ സ്ഥിര താമസക്കാരിയാണെന്നുള്ള രേഖ, അതായത് 3 വർഷം സ്ഥിര താമസക്കാരി ആയിരിക്കണം. വിവാഹത്തിന് 1 മാസം മുമ്പ് അപേക്ഷിക്കാത്ത പക്ഷം കാലതാമസം പരിഗണിക്കാതെ തീരുമാനമെടുക്കണമെന്നുള്ള അപേക്ഷ അല്ലെങ്കിൽ കാലതാമസം മാപ്പാക്കാൻ അപേക്ഷിച്ചുകൊണ്ടുള്ള സത്യപ്രസ്താവന എന്നീ രേഖകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ സമർപ്പിക്കുന്ന അപേക്ഷ ICDS സൂപ്പർവൈസർ അന്വേഷണം നടത്തി റിപ്പോർട്ട് സഹിതം തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിക്ക് സമർപ്പിക്കുന്നു. വിവാഹത്തിന് മുമ്പ് തുക കൈപ്പറ്റിയ സംഗതികളിൽ വിവാഹം കഴിഞ്ഞതിൻ്റെ രേഖ 1 മാസത്തിനകം ഹാജരാക്കേണ്ടതാണ്. പ്രായപൂർത്തിയായ ആൺമക്കളുള്ള കുടുംബത്തിലെ വിധവകളുടെ പെൺമക്കൾക്കും വിവാഹ ധനസഹായത്തിന് അർഹതയുണ്ട്. മാതാപിതാക്കൾ മരണപ്പെട്ട അവിവാഹിതരായ പെൺകുട്ടികളുടെ കാര്യത്തിലും ഈ വിവാഹ ധനസഹായം നൽകുന്നതാണ്. ഒരു പെൺകുട്ടിയുടെ ആദ്യ വിവാഹത്തിന് മാത്രമേ ധനസഹായം ലഭിക്കുകയുള്ളൂ. വിവാഹിതയാകുന്ന കുട്ടിയുടെ അമ്മ ജീവിച്ചിരിപ്പില്ലെങ്കിൽ വിവാഹം നടത്തിക്കൊടുക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ പെൺകുട്ടിക്ക് സ്വയമോ അപേക്ഷ നൽകാവുന്നതാണ്. അഗതി മന്ദിരങ്ങളിലുള്ള പെൺകുട്ടികൾക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വിവാഹത്തിന് 1 മാസം മുമ്പ് അപേക്ഷിക്കാത്ത പക്ഷം കാലതാമസം പരിഗണിക്കാതെ അപേക്ഷയിൽ തീരുമാനമെടുക്കുന്നതിന് വിവാഹ തീയതി മുതൽ 1 വർഷം വരെ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർക്കും 1 വർഷം മുതൽ 3 വർഷം വരെ ജില്ലാ കളക്ടർക്കും അധികാരം നൽകിയിട്ടുണ്ട്. ഭർത്താവിൻ്റെ മരണം സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ സർട്ടിഫിക്കറ്റ് ആയാലും അപേക്ഷ പരിഗണിക്കുന്നതാണ്. 30,000 രൂപയാണ് വിവാഹ ധനസഹായമായി ലഭിക്കുന്നത്. പെൺമക്കൾക്കുള്ള വിവാഹ ധനസഹായ പദ്ധതി പ്രകാരം വിവാഹ ധനസഹായത്തിനായി
അറിവില്ലായ്മ മൂലം അപേക്ഷ സമർപ്പിച്ചതിലുണ്ടായ കാലതാമസം പരിഗണിക്കാതെ ധനസഹായം സർക്കാർ അനുമതിയോടുകൂടെ അനുവദിച്ച് നൽകാറുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുള്ള പക്ഷം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, മറുപടി നൽകുന്നതാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.